ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കോഴിക്കോട് പോകുന്നു. കോഴിക്കോട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ പോകുന്നുണ്ട്. ഇനിയിപ്പം രാത്രിയെ തിരിച്ചെത്തുള്ളൂ. നമ്മളിപ്പോൾ 7 മണീൻ്റെ ഇവിടുന്ന് ബസ് 8:05 ട്രെയിനാണ്. അപ്പോൾ 8:05 ട്രെയിനിനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് 7 മണീൻ്റെ ബസ്സിന് ഇപ്പോൾ പോകും. അപ്പം ഫുൾ വ്ളോഗുണ്ട്, 2 പാർട്ടായിട്ടായിരിക്കും മിക്കവാറും വീഡിയോ വരിക. അപ്പം എല്ലാവരും കാണാം. അപ്പം ഗൈസ്, നമ്മളൊരു 7:45 7:50 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ കണ്ണൂർ നമുക്ക് കുറച്ചും കൂടി നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി നമ്മൾ യാത്ര തുടങ്ങി. 8:05 ആകുമ്പോഴേക്ക് തന്നെ ട്രെയിൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ആകെ 1-1.5 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എത്തും, വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഇരുന്ന് മംഗലപുരം പോകുന്ന പോലെ ഒരു 3 മണിക്കൂറോ 2.5 മണിക്കൂറോ അങ്ങനെയൊന്നും ഇരിക്കണ്ട. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ കോഴിക്കോടെത്തി. 9:30 ആകുമ്പോഴേക്ക് തന്നെ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിന്. അപ്പോൾ കോഴിക്കോടെത്തി നമ്മൾ ഇനി ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. കാരണം അവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് അടുത്ത ഇതിൽ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബസ് കയറി. നമ്മൾ ഫസ്റ്റ് പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്കാണ്. ഹൈലൈറ്റ് മാൾ എല്ലാവർക്കും അറിയാലോ, വൈബ് സ്ഥലമാണ് കേട്ടോ. എനിക്ക് ആദ്യമേ കോഴിക്കോട് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പോകണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഹൈലൈറ്റ് മാളിലേക്ക് രാവിലെ തന്നെ ഒരു 10 മണിയാകുമ്പോഴേക്കും നമ്മൾ ഹൈലൈറ്റ് മാളിലെത്തി. അപ്പോൾ ഇതാ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലേക്ക് പോയിന്ന്. ഇത് പോകുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒന്നാമത് സ്നോ ഫാൻറ്റസി കളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിതാ ഹൈലൈറ്റ് മാളിലെത്തി. ഇവിടുന്ന് കയറുമ്പോൾ ചെറുതായിട്ടൊന്ന് ബ്ലിങ്ങായി. അവർ പറഞ്ഞ് ഇതിലെയല്ല എൻ്റെ അപ്പുറത്തെയാണ്. അങ്ങനെ നമ്മൾ ചുറ്റി വളഞ്ഞ് അപ്പുറത്തെ ആദ്യം പോയി. അങ്ങനെ ഇതാണ് ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ കണ്ടിട്ട് വേണം. നമ്മൾ മാളൊക്കെ ചുറ്റിക്കണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ഫുഡ് കോർട്ടിലേക്ക് വന്നിട്ടുള്ള ഇവിടെ പലതരത്തിലുള്ള കുറേ സ്നാക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. വെറൈറ്റി ഡിഷസ് എല്ലാം ഉണ്ട്. ഇവിടെ മാത്രമല്ല, കുറച്ച് അപ്പുറവും കുറേ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വന്നിട്ട് എന്ത് വേണ്ടിയും കഴിക്കാം. പക്ഷെ റേറ്റ് കുറച്ചധികമാണ്. എന്നാലും നമുക്ക് എപ്പെങ്കിലും അല്ലേ, അപ്പോൾ നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ ജസ്റ്റ് പപ്സ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ എല്ലാവരും പപ്സും വാങ്ങിച്ച്, പിന്നെ അതേപോലെ തന്നെ വേറൊരു ബന്ന് പോലത്തെ ഒരു സാധനം ഉണ്ട്. ഒരു വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും നമ്മളത് കഴിച്ചു. അങ്ങനെ നമ്മുടെ ഇവിടെ, അതായത് നമ്മളെ എന്താ പറയുക, ഹൈലൈറ്റ് മാളിൽ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് പോകേണ്ടതാണ് സ്നോ ഫാൻറ്റസി. 530 രൂപയാണ് അഡൽട്ടിനും, അതേപോലെ തന്നെ 430 രൂപയാണ് കിഡ്സിനും. അപ്പോൾ അടിപൊളിയാണ് സ്നോ ഫാൻറ്റസിയിലേക്ക്. എല്ലാവരും എന്തായാലും പോകണം. അപ്പോൾ നമ്മളും കയറി, നമ്മൾ 5 ആൾ മാത്രമേ കയറിയിട്ടു. അമ്മയും ആൻറ്റിയൊന്നും വന്നിട്ടില്ല, അവരെല്ലാം പുറത്തിരിക്കുകയത്. അപ്പോൾ സോക്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ. അടിപൊളി വൈബ് എന്ന് വെച്ചാൽ നല്ല വൈബാണ്. നല്ല DJ എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇത് ഞാൻ സിഗരറ്റ് വലിക്കുന്നതല്ല, വായിലൂടെ തണുപ്പ് -10 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അടിപൊളിയാണ്. എനിക്ക് ആദ്യം ഞാൻ ഭയങ്കര ഉത്സാഹനം, പക്ഷെ അതിൻ്റെ നല്ല കാലിൽ മരവിച്ചിട്ട് നടക്കാൻ പറ്റാത്ത വിധത്തിലായിനി. 1-1.5 മണിക്കൂർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിന് കേട്ടോ. നമ്മളെല്ലാവരും നല്ല അടിപൊളി മഞ്ഞോണ്ട് കളിക്കാനും. ശരിക്കും നമ്മളെ മഞ്ഞ് എങ്ങനെ ഉണ്ടാവും അതേപോലെ വൈബ് സ്ഥലം. എന്തായാലും എല്ലാവരും വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ. ഇനി അടുത്ത പാർട്ടിൽ ഇതിൻ്റെ ബാക്കി വരുന്നതായിരിക്കും. ബൈ ബൈ.